द्वितीयः पाठः आपदि मित्रं जानीयात्। एकत्र കിഞ്ചന മഹാരണ്യം ആസീത്. ഏകത്ര ഒരിടത്ത്, കിഞ്ചന ഒരു, മഹാരണ്യം ആസീത് മഹാരണ്യം ഘോരവനം വലിയ വനം ഉണ്ടായിരുന്നു. തത്ര അവിടെ ആ വനത്തിൽ, ഹരിണഃ കാകഃ ച വസതഃ ഹരിണഃ ഒരു മാനും, കാകഃ ഒരു കാക്കയും താമസിച്ചിരുന്നു. തൗ മിത്രൗ ആസ്താം അവർ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു. ഏകദാ ഏകസ്മിൻ ദിനെ ഒരു ദിവസം, കശ്ചന ജംബൂകഃ ഒരു കുറുക്കൻ, തത്ര ആഗതവാൻ അവിടെ ആ വനത്തിൽ വന്നു ചേർന്നു. അഹോ ഏകഃ മൃഗഃ ഏതസ്യ മാംസം കേനാപി ഉപായേന ഭക്ഷയാമി. മാനിനെ കണ്ടിട്ട് കുറുക്കൻ ചിന്തിക്കുകയാണ്, ഏതസ്യ മാംസം കേനാപി ഉപായേന ഭക്ഷയാമി, ഇതിൻ്റെ മാംസം എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് ഭക്ഷിക്കണം. കുറുക്കനെ കണ്ടിട്ട് മാൻ ചിന്തിക്കുകയാണ്, കഹ ഏഷഃ ഇവൻ ആരാണ്? മിത്ര കുശലം കിം കുറുക്കൻ മാനിനോട് ചോദിക്കുകയാണ്, മിത്ര കൂട്ടുകാരാ, കുശലം കിം സുഖമല്ലേ? കുശലമേവ കുശലം തന്നെ, സുഖം തന്നെ. കോ ഭവാൻ താങ്കൾ ആരാണ്? അപ്പോൾ കുറുക്കൻ പറയുന്നു, നിരാലംബോ അഹം ഞാൻ നിരാലംബനാണ്, നിരാശ്രിതനാണ്, എനിക്ക് ആരുമില്ല. തവ മൈത്രിമിച്ഛാമി നിന്റെ സൗഹൃദം ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നോട് കൂട്ടുകൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കാക്ക മാനിനോട് ചോദിച്ചു, കഹ ഏഷഃ ഇവൻ ആരാണ്? ഏഷഃ ജംബൂകഃ ഇത് കുറുക്കനാണ്. അയം സൗഹൃദം ഇച്ഛതി ഇവൻ നമ്മുടെ സൗഹൃദം ആഗ്രഹിക്കുന്നു. കാക്ക മാൻകുട്ടിയോട് പറയുന്നു, അസ്യ സ്വഭാവഃ കീദൃശഃ ഇവൻ്റെ സ്വഭാവം എന്താണ്? സ്വഭാവം അജ്ഞാത്വ മൈത്രി ന കരണീയ അവൻ്റെ സ്വഭാവം അറിയാതെ അവനോട് കൂട്ടുകൂടരുത്. അവനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അവൻ്റെ സ്വഭാവം നമുക്കറിയില്ല. അവൻ്റെ സ്വഭാവം എന്താണെന്നറിയാതെ അവനോട് കൂട്ടുകൂടാൻ പോകരുതെന്ന് കാക്ക മാനിനോട് പറയുന്നു. അന്യേദ്യുഹു അപരേദ്യുഹു അടുത്ത ദിവസം, കാക്ക കൂടെ ഇല്ലാത്ത തക്കം നോക്കി കുറുക്കൻ മാനിൻ്റെ അടുത്ത് എന്ന് പറയുന്നു, മിത്ര കൂട്ടുകാരാ, വനസ്യമായാം ഏകം വ്രീഹിക്ഷേത്രം അസ്തി വനസ്യമായ വനാതിർത്തിയിൽ ഏകം വ്രീഹിക്ഷേത്രം ഒരു നെൽവയൽ അസ്തി ഉണ്ട്. തത് ദർശയാമി ഞാൻ നിന്നെ അത് കാണിച്ചു തരാം. വ്രീഹിക്ഷേത്രം എന്ന് കേട്ടപ്പോൾ മാനിന് സന്തോഷമായി. സുഭിക്ഷം അന്നം ഖാദിതുമിച്ഛാമി വയറ് നിറയെ അന്നം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗച്ഛാവഹ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് മാൻ കുറുക്കൻ്റെ കൂടെ പുറപ്പെട്ടു. ഹരിണഃ മാൻ പ്രതിദിനം ക്ഷേത്രം ആഗത്യ എല്ലാ ദിവസവും വയലിലെത്തി വ്രീഹിം അഘാതത് നെല്ല് ഭക്ഷിച്ചു തുടങ്ങി. ക്ഷേത്രപതിന തം ഗൃഹീതും തത്ര ജാലം നിക്ഷിപ്തം ഇത് മനസ്സിലാക്കിയ വയലിൻ്റെ ഉടമസ്ഥൻ ക്ഷേത്രപതി വയലിൻ്റെ ഉടമസ്ഥൻ തം ഗൃഹീതും ആ മാനിനെ പിടിക്കുന്നതിനായി തത്ര ജാലം നിക്ഷിപ്തം അവിടെ വല വിരിച്ചു. ഹരിണഃ ജാലേ ബദ്ധഃ മാന് ക്ഷേത്രപതി വയലിൻ്റെ ഉടമ വിരിച്ച വലയിൽ ബദ്ധഃ അകപ്പെട്ടു, കുടുങ്ങിപ്പോയി. സഹ സാഹായ്യാർത്ഥം ജംബൂകം ആഹ്വയത് അവൻ സഹായത്തിനായി കുറുക്കനെ വിളിച്ചു കരഞ്ഞു. രക്ഷമാം മാനിനെ എങ്ങനെയെങ്കിലും ആപത്തിൽപ്പെടുത്തുക എന്നതായിരുന്നുവല്ലോ കുറുക്കൻ്റെ തന്ത്രം. അവൻ്റെ തന്ത്രമനുസരിച്ച് മാൻ ആപത്തിൽപ്പെട്ടപ്പോൾ കുറുക്കൻ മാനിനെ ഒരിക്കലും സഹായിക്കില്ല. സഹായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ മാനിനോട് പറയുകയാണ്, ശ്വഃ ജാലച്ഛേദം കരിഷ്യാമി നാളെ വല മുറിച്ച് നിന്നെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്ന് ഓടിപ്പോയി. പക്ഷേ കാക്ക മാനിൻ്റെ യഥാർത്ഥ സുഹൃത്തായിരുന്നുവല്ലോ. മാൻ അപകടത്തിലാണ് എന്നറിഞ്ഞ് കാക്ക അവിടെ എത്തി. മിത്ര ഭവാൻ മൃതൈവ ശയനം കരോതു നീ ചത്തതുപോലെ കിടക്കുക. യഥാ അഹം ശബ്ദം കരോമി തഥാ ധാവതു യഥാ എപ്പോഴാണോ അഹം ശബ്ദം കരോമി ഞാൻ ശബ്ദമുണ്ടാക്കുന്നത്, തഥാ ധാവതു അപ്പോൾ നീ ഓടി രക്ഷപ്പെടണം.
ആം ശരി. മാൻകുട്ടി കാക്ക പറഞ്ഞതുപോലെ വലയിൽ ചത്തതുപോലെ അഭിനയിച്ച് കിടന്നു. ഏഷഃ ഹരിണഃ മൃതഃ ഖലു ജാലം കർത്തയാമി. വലയിൽ ചത്തതുപോലെ കിടക്കുന്ന മാൻകുട്ടിയെ കണ്ടിട്ട് വയലിൻ്റെ ഉടമസ്ഥൻ അത് ചത്തത് തന്നെയാണെന്ന് കരുതി വല മുറിച്ചു. ഇത് കണ്ട കാക്ക ശബ്ദമുണ്ടാക്കി. ശബ്ദം കേട്ട് മാൻകുട്ടി വലയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ആപതി മിത്രം വിജാനീയാത്. ആപത്ത് സമയത്താണ് നമ്മൾ യഥാർത്ഥ മിത്രത്തെ തിരിച്ചറിയുന്നത്. ആപത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്.